അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ അള്ളാഹുവിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തും സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവബഹുലമായ ജീവചരിത്രം 4-ാം ഭാഗം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതെ, ഉമർ എന്താണ് ഈ പറയുന്നത്? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആരോരുമില്ലാത്തൊരു തെണ്ടിയാണെന്നാണോ നിൻ്റെ വിചാരം? അബ്ദുമനാഫിൻ്റെ സന്തതികൾ ശക്തന്മാരാണ്, ഒത്തൊരുമയുള്ളവരാണ്, തറവാടിൻ്റെ മാനം കാക്കാൻ എന്തു ചെയ്യാൻ സന്നദ്ധയുള്ളവരാണ്. മുഹമ്മദ് ഇപ്പോൾ ഇങ്ങനെ ചില വാദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം പ്രിയങ്കരനാണ്. ഇങ്ങനെയുള്ള മുഹമ്മദിൻ്റെ തല കൊയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ എന്ന് ഓർത്തിട്ടാണോ ഇത്ര തിരക്കിട്ട് ഓടിപ്പോകുന്നത്? മുഹമ്മദിനെ വധിച്ചു കഴിഞ്ഞാൽ നീ ജീവിച്ചിരിക്കുമെന്ന് പിന്നെ എന്താണ് ഉറപ്പ്? പക്ഷേ നുഹൈമിൻ്റെ ചക്രവാക്കുകൾക്കൊന്നും ഉമറിനെ പിന്തിരിപ്പിക്കുവാൻ ഉതകുന്നതായിരുന്നില്ല. കാരണം എന്ത് ഭവിഷ്യത്തുകളെയും നേരിടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുന്ന പ്രശ്നമേ ഇല്ല. ഉമർ നുഹൈമിനോട് പറഞ്ഞു, ഞാൻ ഒന്നുറച്ചിരിക്കുന്ന മുഹമ്മദിൻ്റെ തലയെടുക്കാൻ അതിൻ്റെ പേരിൽ വന്നു ചേരുന്ന ആപത്തുകളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരൊറ്റ ഉപായം കൂടി ഫലിച്ചാൽ ആയി. നുഹൈം ആത്മകഥം ചെയ്തുകൊണ്ട് ഉമറിന് നേരെ ഇപ്രകാരം പറഞ്ഞു. മുഹമ്മദിനെ കൊല്ലാനൊരുങ്ങുന്നതൊക്കെ ശരി, പക്ഷേ ഞാനൊരു കാര്യം കേട്ടുവല്ലോ, അത് ശരിയാണെങ്കിൽ എന്തിനീ ബത്തപ്പാട്? സ്വന്തം കുടുംബത്തെ നേരെയാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കാൻ? നുഹൈമേ, നീ എന്ത് പറഞ്ഞു? എന്നെ കളിയാക്കുകയാണോ? ഞാൻ തെളിച്ചു പറയാം. നിൻ്റെ സഹോദരിയും ഭർത്താവും മുഹമ്മദിൻ്റെ മാർഗം സ്വീകരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ നിൻ്റെ രോക്ഷം ആദ്യമായി വേണ്ടത് അവരുടെ നേരെയല്ലേ? എന്നിട്ട് പോരെ മുഹമ്മദിനെ തലയെടുക്കൽ? തലയിൽ വെല്ലടി വെട്ടിയ പോലെയാണ് ഉമർ അത് കേട്ട് ധരിച്ചു നിന്നത്. സ്വബോധം കിട്ടിയപ്പോൾ ഒരൊറ്റപ്പാച്ചിലാണ്. ഷഹാദത്ത് കലിമയുടെ മാസ്മന മന്ദിരം ഉരുവിട്ട് ദീനുൽ ഇസ്ലാമിനെ പുലുകി അള്ളാഹു അഹദ് എന്നുരുവിട്ടുകൊണ്ടിരിക്കുന്ന മുത്തക്കികൾ, ഏത് പ്രതിസന്ധിയിലും തങ്ങളുടെ വിശ്വാസത്തിന് ഹാനി തട്ടാതെ കാത്തു സൂക്ഷിക്കുന്ന സജ്ജനങ്ങൾ. അതെ, അവരുടെ കൂട്ടത്തിൽ അതാ 2 പേർ കൂടി, സഅദ് ബിൻ സയ്യിദും ഭാര്യ ഫാത്തിമയും. ഉമറിൻ്റെ സഹോദരിയും അവരുടെ ഭർത്താവും. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തൻ്റെ മന്ത്രമധുരമായ സ്വരത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. തോഹ എന്ന സൂറത്തിലെ അർത്ഥസ്പഷ്ടമായ ആയത്തുകളാണ് അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചനങ്ങൾ കേട്ട് സയ്യിദും ഫാത്തിമയും നിവർത്തിക്കൊള്ളുന്നു. ആ സമയത്താണ് കതകിൽ മുട്ടുകേട്ടത്. 1 അല്ല 2 അല്ല 3 അതിശക്തമായ മുട്ടുകൾ. കൂടെ ഗനഗംഭീരമാർന്ന ഉമറിൻ്റെ ശബ്ദവും. ഫാത്തിമ, വാതിൽ തുറക്കുക. ശബ്ദം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ മഹിളാരത്നം കുറച്ചു നേരം സ്തംഭിച്ചു നിന്നുപോയി. ഉമറാണ് വാതിൽ തുറക്കാൻ പറയുന്നത്. ഇവിടെ പാരായണം ചെയ്തതെല്ലാം അദ്ദേഹം കേട്ടിരിക്കുമോ? തങ്ങളുടെ ഇസ്ലാം മത വിശ്വാസ വാർത്ത ഉമർ അറിഞ്ഞിരിക്കുമോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും സംഭവിക്കാൻ ഇടയുണ്ട്. എങ്കിലും വരുന്നത് വരട്ടെ എന്നുള്ള ചിന്തയിൽ ഖുർആൻ ആലേഖനം ചെയ്യപ്പെട്ട ഏടുകൾ മറച്ചു വെച്ചുകൊണ്ട് അവർ കഥകിന് നേരെ നീങ്ങി. അത് കണ്ട് ഭയാഗ്രാന്തനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അകത്തളത്തിൽ എവിടെയോ കയറി ഒളിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. ക്രൂരത മുറ്റിയ സഹോദരൻ്റെ മുഖമാണ് അവർ കണ്ടത്. എങ്കിലും ഒട്ടും ഭാവഭേദം പ്രകടിപ്പിക്കാതെ അവർ പറഞ്ഞു, സഹോദര, ഇരിക്കൂ, ശാന്തമായി സംസാരിക്കൂ. അങ്ങയുടെ മുഖം എന്താണ് വിവരണമായിരിക്കുന്നത്? ഉമർ, ഞാൻ നിൻ്റെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ചിലതെല്ലാം അറിഞ്ഞു വന്നതാണ്. അതിരിക്കട്ടെ, ഇതുവരെയും ഇതിനകത്തു നിന്ന് കേട്ടത് എന്ത് ശബ്ദമാണ്? ആരുടെ ശബ്ദമാണ്? ഫാത്തിമ, ഒന്നും ഉണ്ടായില്ലല്ലോ. ഇവിടെ ഞങ്ങൾ 2 പേരും വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അത് കേട്ടിരിക്കാം. ഉമർ, അതൊന്നുമല്ല, ഞാൻ കേട്ട വാർത്ത ശരിയാണോ? നിങ്ങൾ 2 പേരും മുഹമ്മദിൻ്റെ മന്ത്രവാദത്തിൽ കുടുങ്ങിയോ? എല്ലാം ഉമർ അറിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ എന്ത് മർദ്ദനം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് വെട്ടിത്തുറന്ന് പറയുക തന്നെ. ഫാത്തിമയും ഭർത്താവും ഒരുപോലെ മനസ്സിലുറച്ചു. അതെ, ഞങ്ങൾ പരിശുദ്ധ ഇസ്ലാം പുണർന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരു ആരാധനയില്ലെന്നും
മുഹത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും സധൈര്യം ഞങ്ങളിന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. സയ്യിദിൻ്റെ കരുത്തുറ്റ വാക്കുകൾ ഉമറിൻ്റെ രോക്ഷത്തെ ഇരട്ടിയാക്കി. അത് ശക്തമായൊരടി. സയ്യിദിൻ്റെ കരണത്ത് തന്നെ അതേറ്റു. തല കറങ്ങുന്ന പോലെ. വീണ്ടും അടിക്കാനൊരുങ്ങിയ ആങ്ങളയുടെ മുന്നിലേക്ക് ചാടിക്കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അരുത്, അദ്ദേഹത്തെ അടിക്കരുത്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാനും മുഹമ്മദ് നബിയുടെ മാർഗം പിൻപറ്റിയവളാണ്. സഹോദരിയുടെ വാക്കുകൾ എരുതിയിൽ എണ്ണ പോലെ ഉമറിൻ്റെ കോപത്തെ ആളിക്കത്തിച്ചു. അദ്ദേഹം സഹോദരിയെയും കണക്കില്ലാതെ മർദ്ദിച്ചു. പല ഭാഗങ്ങളിൽ നിന്നും ഇറ്റുവീഴുന്ന രക്തവുമായി ഫാത്തിമ സഹോദരൻ്റെ മുന്നിൽ നിന്നു. അജയ്യമായ ഈമാനിക ആവേശമുണ്ടെങ്കിൽ ഈ ലോകത്തെ ഒന്നിനെയും ഭയപ്പെടാനില്ലെന്ന് അവൾ സഹോദരനെ കാണിച്ചു കൊടുത്തു. സഹോദര, അങ്ങക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. മരണശിക്ഷ തന്നെ ഞങ്ങൾക്ക് വിധേയരാക്കിയാലും ഈ സത്യമതത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല. അചഞ്ചലമായ വിശ്വാസം. സത്യത്തിൻ്റെ ഊന്നിലില്ലാതെ ഈ കരുത്ത് എവിടെ നിന്ന് കിട്ടും? അതാണപ്പോൾ ഉമർ ആലോചിച്ചത്. ഓർക്കുന്തോറും ഹൃദയത്തിൽ പശ്ചാത്താപത്തിൻ്റെ ശലകൾ ഉണരുകയായിരുന്നു. ഹൃദയത്തിൽ ചോരയിൽ കുതിർന്നു നിൽക്കുന്ന തൻ്റെ സഹോദരി, പ്രാണനിൽ പ്രാണനായ അവൾ സ്നേഹിക്കുന്ന ഭർത്താവ്. പാവം രണ്ടുപേരെയും താൻ എത്ര ഉപദ്രവിച്ചു. അവർ എന്തിനു വേണ്ടിയാണ് ഈ മർദ്ദനങ്ങൾ സഹിക്കുന്നത്? അത് കളവാകാനിടയില്ല. സത്യത്തിൻ്റെ തിരുനാളം താൻ അതിൽ കാണുന്നു. ഉമറിൻ്റെ ഹൃദയത്തിൽ ഈമാനിൻ്റെ ഉറവ് പൊട്ടുകയായിരുന്നു. തൻ്റെ ചെയ്തികളിൽ അദ്ദേഹം അകമഴിഞ്ഞ് പശ്ചാത്താപിക്കുകയായിരുന്നു. ഫാത്തിമ, തീർച്ചയായും ഞാൻ ആത്മാർത്ഥതയോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്നും പാരായണം ചെയ്ത് എന്താണ്? എനിക്കതൊന്ന് കേൾക്കണം. ആ വചനങ്ങളടങ്ങിയ ഏടുകൾ എന്നെ കാണിക്കൂ സഹോദരി. സഹോദരൻ്റെ മനസ്സു മാറുന്നത് കണ്ട് ഫാത്തിമയും ഭർത്താവും അകമഴിഞ്ഞ് സന്തോഷിച്ചു. എങ്കിലും ആ ഏടുകൾ അതേ നിലയിൽ കയ്യിൽ കൊടുക്കാൻ അവർ തയ്യാറായില്ല. താങ്കൾ അംഗസ്നാനം ചെയ്ത് ശുദ്ധിയോടെ വരൂ, ഏട് കയ്യിൽ തരാം. അത് കേൾക്കേണ്ട താമസം. ഉമർ കുളിച്ചു ശുദ്ധിയായി തിരിച്ചു വന്നു. ഫാത്തിമ ഏടുകൾ കൊടുത്തു. ഉമർ വളരെയധികം ജിജ്ഞാസയോടെ ആ സൂറത്തുകൾ ഉരുവിട്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ത്വാഹ മാ അൻസൽനാ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ വചനങ്ങൾ. എന്തൊരു ആശയസ്പുഷ്ടമായ പദങ്ങൾ! ഇത് ഒരിക്കലും മനുഷ്യനിർമ്മിതമാകാൻ ഇടയില്ല. ഒരാൾക്കും ഇത്തരം പദങ്ങൾ നിർമ്മിക്കുവാൻ ആവുകയില്ല. ഇതാണ് എൻ്റെ മാർഗം. ഉമറിൻ്റെ ഉള്ളിലിരിപ്പ് ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഭർത്താവും മനസ്സിലാക്കി. അവർ സർവശക്തനായ അള്ളാഹുവിന് നന്ദി പറഞ്ഞു. സ്ഥിതിഗതികൾ ശാന്തമായപ്പോൾ മറഞ്ഞിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. അവർ ഒന്നിച്ചാഹ്ലാദിച്ചു. ഉമറിൻ്റെ മാനസിക പരിവർത്തനം ആ 3 പേരുടെയും ഹൃദയങ്ങളെ കുളിരണിയിച്ചു. എനിക്കിപ്പോൾ മുഹമ്മദ് നബിയുടെ അരികിലെത്തണം. ഉമറിൻ്റെ അന്തരംഗം മന്ത്രിച്ചു. ഉടൻ ഉമർ റളിയല്ലാഹു അൻഹു നബിയെ അന്വേഷിച്ചു പുറത്തിറങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിച്ച വഹി പ്രകാരം പരിശുദ്ധ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തു തുടങ്ങിയിട്ട് 5 സംവത്സരങ്ങൾ കഴിഞ്ഞു. പക്ഷേ വിശ്വാസികൾ വളരെ കുറച്ചു മാത്രമേ അത്രയും കാലത്തിനിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏറിയാൽ 90. അവരിൽ തന്നെ പകുതിയോളം സ്ത്രീകൾ ഇസ്ലാമിൻ്റെ സത്യസന്ധതയും ബിംബാരാധനയിലെ ബുദ്ധിശൂന്യതയും മനസ്സിലാക്കിയവർ തന്നെ. പരിശുദ്ധ ദീൻ പുണരുന്ന കാര്യത്തിൽ അറച്ചു നിന്നു. അതിന് കാരണം പലതുമുണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് 1-2 അതായത് ഇസ്ലാം പരസ്യമായിട്ടില്ല, പ്രബോധനം രഹസ്യമായാണ്. രഹസ്യമായി ഈ പ്രസ്ഥാനത്തിൽ അകപ്പെട്ടാൽ പല മർദ്ദനങ്ങളും സഹിക്കേണ്ടി വരും. ഖത്താബിൻ്റെ മകനായ ഉമറും ഹിഷാമിൻ്റെ മകനായ അബൂജഹലുമാണ് മക്കത്തെ ശക്തികളുടെ ഉറവിടങ്ങൾ. അവരുടെ അജ്ഞാനവർത്തികളായി ജീവിക്കുന്നവരാണ് 95% ജനങ്ങളും. അതിന് വിരുദ്ധമായൊരു വാക്ക് പോലും അവർക്കാർക്കും ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. ഇസ്ലാമിക പ്രബോധനം അതീവ രഹസ്യമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദാറുൽ അർക്കമിലാണ് നബിയും അനുചരന്മാരും സന്ധിക്കാറ് പതിവ്. അതെ, ദാറുൽ അർക്കമിലേക്ക് ഉമർ എത്തുമോ? ഉമർ റളിയല്ലാഹു എത്തുമോ? എന്തായിരിക്കും സംഭവിക്കുക? അതേ ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ. അതുവരെ കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും.